നമസ്കാരം. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ കീഴിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇഡിയുടെ റെയ്ഡ് രാവിലെ മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ചെന്നൈ കോണമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമായിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. 2023 ഏപ്രിലിൽ ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കൊച്ചിയിലെ ഓഫീസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. നിലവിൽ റെയ്ഡ് ഫെമ നിയമം ലംഘിച്ചു എന്നാരോപിച്ചാണ് പരിശോധന നടക്കുന്നത്. കൂടാതെ എമ്പുരാൻ സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ? കൂടാതെ വിദേശ രാജ്യങ്ങളിലടക്കം സിനിമയുടെ ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഫെമ ലംഘനം നടത്തിയ ഏതെങ്കിലും തരത്തിലുള്ള പണം സിനിമയിൽ നിക്ഷേപമെങ്ങാനോ നടത്തിയിട്ടുണ്ടോ എന്നടക്കമാണ് ഇഡി ഇപ്പോൾ പരിശോധിക്കുന്നത്. ചെന്നൈയിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നുമുള്ള റെയ്ഡിൽ ഇപ്പോൾ കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഗോകുലം ഗോപാലൻ സഹനിർമ്മാതാവായ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ഇഡിയുടെ പരിശോധന എന്നതും ശ്രദ്ധേയമാണ്. സിനിമയിൽ ഗോത്ര സംഭവം, ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്നും ഹിന്ദുത്വ വിരുദ്ധ ആഖ്യാനങ്ങളുണ്ട് എന്നും വിമർശിച്ച് സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ ചിത്രത്തിലെ 2.5 മിനിറ്റ് രംഗം ഒഴിവാക്കുകയും പ്രധാന ബില്ലിന്റെ പേര് ബാബ ബജ്രംഗി എന്നതിൽ നിന്നും ബൽദേവ് എന്നാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതേസമയം എമ്പുരാൻ സിനിമ 200 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എമ്പുരാൻ സിനിമ ഏറ്റെടുക്കുന്നത്. പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങളെ അഭിനയിച്ച സിനിമ ഒരു കാലത്തും നിന്നു പോകരുത് എന്ന് കരുതിയാണ് എമ്പുരാനുമായി സഹകരിച്ചതെന്നാണ് നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നത്. അതേസമയം സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെ സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഗോത്ര സംഭവം, ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നുവെന്ന വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചത്. ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് നിർമ്മാതാക്കൾ തന്നെ ഇടപെട്ട് 24 കട്ടുകൾ നടത്തിയിരുന്നു. വിവാദ ഭാഗങ്ങളിൽ ചിലത് ഒഴിവാക്കി റീസെൻസറിംഗ് നടത്തിയ പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത്. കൂടാതെ എമ്പുരാന്റെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമെതിരെ എൻഐയുടെ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.